രൂപമാറ്റം വരുത്തിയ നവകേരള ബസ് വീണ്ടും നിരത്തിൽ. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് രാവിലെ 8:30 സർവീസ് ആരംഭിച്ചു. എല്ലാ സീറ്റിലും യാത്രക്കാരുമായാണ് ബസിന്റെ യാത്ര. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് രാത്രി 10:30 സർവീസ്. പുതുവത്സര പുലരിയിൽ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തു നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് സന്തോഷമുള്ള ഒരു വർത്തമാനമാണ് നവകേരള ബസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ബസ് യാത്ര ആരംഭിച്ചെങ്കിലും അത്ര ഗുണകരമായ രീതിയിലായിരുന്നില്ല സർവീസ്. പല മാറ്റങ്ങളും ബസ്സിൽ വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യന്ത്രഗോവണി, അതായത് 2 വാതിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു വാതിൽ മാറ്റിയിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയൊക്കെ അടക്കം കയറിയിരുന്നത് കണ്ടു കഴിഞ്ഞ ഒരു വാർഡ് അത് മാറ്റി ഒരു വാതിലാക്കി ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നു. ഒപ്പം സീറ്റുകളുടെ എണ്ണത്തിൽ ഈ ബസ്സിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഒരു പൊളിച്ചെഴുത്തലുകൾ നടത്തി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ശുചിമുറി മാറ്റിയിട്ടില്ല എന്നതാണ്. നമുക്കൊപ്പം ഈ നവകേരള ബസ് നേരത്തെ ആദ്യം സർവീസ് നടത്തിയപ്പോൾ യാത്ര ചെയ്യാനുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ, അദ്ദേഹം ഇന്ന് അതിന്റെ 2ാമത്തെ വരവിലും യാത്രക്കാരനായി ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, താങ്കൾ ആദ്യം ഈ ബസ് ബംഗളൂരുവിലേക്ക് യാത്ര പോയപ്പോൾ പുറപ്പെട്ട ആളാണ്, ഇത്തവണയും വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ബസ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? അന്ന് നമുക്ക് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലിഫ്റ്റ് പോയി. അന്ന് പിന്നെ ഒരു കിച്ചണിന്റെ ഒരു സ്പേസ് അവിടെ ഉണ്ട്, അതും അവർ മാറ്റിയിട്ട് കൂടുതൽ സീറ്റുകൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റ് ഇവിടെയായിരുന്നു, ടയറിന്റെ പിന്നിലായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് എൻട്രൻസ് മുന്നിൽ ഡ്രൈവറുടെ അടുത്തായിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഒരു ബസ്സായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇത് വിജയത്തിലേക്ക് പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യാത്രാ സുഖമൊക്കെ ഉണ്ട്, നല്ല കംഫർട്ടായിരുന്നു. ഒരു ലക്ഷറി യാത്ര തന്നെയാണ്. പിന്നെ ചാർജ് ഇവർ കുറച്ചിട്ടുണ്ട്. അന്ന് 1180 രൂപ ഏകദേശം ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 950 മാറിയിട്ടുണ്ട്. അപ്പോൾ ചാർജും കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അന്ന് ഏകദേശം ഒരു 30 ആൾക്കാർ, ഇപ്പോൾ ഒരു 40 മേലെ ഒരു 10 ആൾക്ക് കൂടുതൽ എന്തായാലും ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ടോയ്ലറ്റ് അവർ നിലനിർത്തിയിട്ടുണ്ട്. KSRTCയിൽ ടോയ്ലറ്റിലെ ബസ് എനിക്ക് തോന്നുന്നത് ഇതേ ഉള്ളൂ തോന്നുന്നുണ്ട്. അതൊരു വലിയ ഘടകമാണ്. അതെ, യാത്രക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. മറ്റു KSRTC ബസ്സിൽ കോഴിക്കോട് കണ്ടിട്ടില്ല, മറ്റൊരു ജില്ലയിൽ എനിക്കറിയില്ല. ഈ നേരത്തെ പുലർച്ചെ 4:30 ആയിരുന്നു പുറപ്പെട്ടിരുന്നത്. അതൊരു സമയം ഒരു വലിയ പ്രശ്നമായിരുന്നു. അതെ, 4 മണിക്ക് യാത്ര ചെയ്യേണ്ട അവർ ഏകദേശം 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറിയപ്പോൾ സാധാരണ പോലെ രാവിലെ 8 മണിക്ക് യാത്ര ചെയ്താൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ 2 മണിയാകുമ്പോൾ എത്തും തന്നെ അവർ പറഞ്ഞു. പിന്നെ അവിടുന്ന് രാത്രി തന്നെ തിരിച്ച് വന്നാൽ കാലത്താകുമ്പോഴത്തേക്ക് കൂടെ എത്താനും പറ്റും. ഈ ചാർജും ഏതാണ്ട് ഇപ്പൊ ഇതിലേക്ക് പോകുന്ന ബസ്സുകൾക്കുള്ള ചാർജ് തന്നെയാണ്. സാധാരണ ഒരു ലക്ഷറി ബസ്സാണല്ലോ, കുറച്ചൊരു AC എല്ലാ സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ ചാർജ് വലിയൊരു കുഴപ്പമില്ല. ഇതിന്റെ ഒരു മാറ്റത്തില് തൃപ്തനാണ്. പിന്നെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൈസൂർ ഇപ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 950 കൊടുക്കണം. പക്ഷെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ കുറയും തന്നെ ഇവർ പറഞ്ഞത്. ബസ്സിൽ നമ്മൾ സീറ്റ് കാര്യമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ചാർജ് കുറയുന്നുണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഫെയറാ കാണിക്കുക. അത് പല ബസ്സിനും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് കാരണം അവർക്ക് ഡയറക്റ്റ് ബാംഗ്ലൂർ ടിക്കറ്റ് കിട്ടേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം വെച്ചെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സീറ്റ് കാലിയുണ്ടെങ്കിൽ ഇപ്പം കൽപ്പറ്റ ഇറങ്ങുന്നവർക്ക് അതിന്റെ ചാർജ് കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പരിഹരിക്കപ്പെടും. കാരണം ലക്ഷറി ബസ്സാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റുകളിലൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ സീറ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഈ ബസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റാണ്. സാധാരണ KSRTCയുടെ ബസ്സുകളിൽ ഇത്തരത്തിൽ ടോയ്ലറ്റുകൾ കാണാൻ കഴിയില്ല. ഈ ടോയ്ലറ്റിന്റെ ഒരു എൻട്രൻസ്, അതായത് ഈ പ്രവേശന കവാടമുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ കഥകളുള്ളത് മാറ്റിയിരിക്കുന്നു. ഈ മറുവശത്തേക്കായിരുന്നു ആദ്യം ഈ ബസ്സിൽ ടോയ്ലറ്റ് ഉള്ളത്. പക്ഷെ അത് മാറ്റി ഇപ്പോൾ ഈ ഒരു വശത്തേക്കാവുന്നു. അതും ദീർഘദൂര യാത്രകൾ പുറപ്പെടുമ്പോൾ ആളുകൾക്ക് വലിയൊരു അനുകൂല ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും ഈ പ്രായമുള്ള ആളുകൾ, രോഗബാധിതർ തുടങ്ങിയ ആളുകൾക്കൊക്കെ പലപ്പോഴും ഈ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരാറുണ്ട്. അത് ബസ്സുകളിൽ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ ബസ്സിൽ ടോയ്ലറ്റ് ഉള്ളത്. എന്തായാലും അത് നിലനിർത്തി അതിന്റെ ഒരു രൂപഘടനയൊക്കെ ചെറിയ തോതിൽ മാറ്റി അതിന്റെ വലുപ്പമൊക്കെ കുറച്ച് ഒതുക്കി അത് കൂടുതൽ പര്യാപ്തമായ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ എന്തായാലും ഇത് ആളുകൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയാത്ത, കാരണം ഈ 4 മണിക്കും 4:30ക്കും ഒക്കെ പുറപ്പെടുമ്പോൾ ജില്ലയുടെ വിദൂര മേഖലകളിൽ നിന്നെത്തുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഈ ബസ് 4 മണിക്ക് ഈ ബസ്സിൽ പുറപ്പെടാൻ എത്തണമെങ്കിൽ ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പുലർച്ചെ മറ്റൊരു വാഹനം പിടിച്ച്, അതായത് ഇതിനേക്കാൾ ചെലവേറിയ മറ്റൊരു വാഹനം പിടിച്ചു വേണം കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുക. അതിനുശേഷം മാത്രമാണ് ഈ ബസ് പിടിച്ച് പോവുക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു സമയക്രമത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറാവും. എന്തായാലും അതിന്റെ 2ാം വരവില് പൂർണ്ണ റിസർവേഷനാണ്. മുഴുവൻ ആളുകളും ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ഈ ബസ്സിലെ ജീവനക്കാർക്കും
ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ തൃപ്തിയുള്ള ഒരു സാഹചര്യം ആണുള്ളത്. അവരോട് തന്നെ ചോദിക്കാം, അവർക്ക് ഈ ആദ്യ വരവും രണ്ടാം വരവും തമ്മിലുള്ളൊരു വ്യത്യാസം അതിനെപ്പറ്റി കൃത്യമായി പറയാൻ സാധിക്കും. ഈ രണ്ടാം വരവാണിത്. ആദ്യം വിട്ടു, ആദ്യത്തെ ദിവസങ്ങളൊക്കെ വലിയ തിരക്കായിരുന്നു, പിന്നീട് നിർത്തേണ്ടി വന്നു. ഇപ്പൊ രണ്ടാം വരവിനെ എങ്ങനെ കാണുന്നു നിങ്ങൾ? നല്ല രീതിയിൽ പോകും. സീറ്റെണ്ണം കൂട്ടി പിന്നെ പല മാറ്റങ്ങൾ വരുത്തിയതിനെ കൊണ്ട് എന്തായാലും വണ്ടി ദിവസം ഫുള്ളായിട്ട് തന്നെ ഓടും. ഇപ്പൊ നല്ല കംഫർട്ടാണ്, യാത്ര പിന്നെ ഈ ടോയ്ലറ്റ് സൗകര്യം ഒരു വലിയ ഘടകമാണല്ലേ ഈ പ്രായമായ ആളുകൾ? അത് മാറ്റിയില്ല, എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. മാറ്റിയിട്ടില്ല, മാറ്റം വരുത്തിയിട്ടില്ല. എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ സമയത്തിന്റെ മാറ്റവും നല്ലതാണ്. സമയത്തിന്റെ മാറ്റം നല്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ദിവസവും ഫുൾ ആളുണ്ടാക്കി. ഇതിപ്പോ നേരത്തെ വരുന്ന പ്രശ്നം ഈ സമയം തന്നെയായിരുന്നു പ്രധാന പ്രശ്നം അല്ലേ? രാവിലെ കുറച്ച് ആളുകൾ ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് 4 മണിയാകുമ്പോൾ കുറച്ച് 4 മണിക്കാണല്ലോ വണ്ടി തുടങ്ങുക. അപ്പൊ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ സീറ്റിന്റെ എണ്ണം കുറവ്. ഇപ്പൊ സീറ്റിന്റെ എണ്ണം കൂട്ടിയല്ല. അത് KSRTC ഒരു മുതൽക്കൂട്ടായി മാറും. മാറും തീർച്ചയായും. ഇന്നിപ്പോ ഫുള്ളാണല്ലോ. ഫുള്ളാണ്. ഈ റിസർവേഷൻ ചെയ്താലും മൊത്തം പൈസ ഒന്നിച്ചടയ്ക്കണം അല്ലേ? അങ്ങനെയാണോ? എവിടെ ഇറങ്ങണമെങ്കിലും ഈ ഫുൾ പൈസ അടച്ചു വേണം പോകാൻ അല്ലേ? അല്ല അങ്ങനെ അതിലൊരു വ്യക്തത ഉണ്ടാവേണ്ടത്. നിങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഈ വണ്ടി? പോയിട്ടുണ്ട്. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. അന്ന് ഇവിടെ കുറെ 2 ഡോർ ഉണ്ടായിരുന്നു, ലിഫ്റ്റ് കാര്യങ്ങൾ പോലെ. ഇപ്പൊ എല്ലാം ഒഴിവാക്കിയത് കൊണ്ട് കുഴപ്പമില്ല. മുന്നൊരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യ യാത്ര പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ വരവിലെ ആദ്യ യാത്ര പുറപ്പെടുമ്പോൾ ബസ്സിൽ സീറ്റുകൾ പൂർണ്ണമായി പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സമയക്രമം മാറ്റി കഴിക്കുന്നു. ചാർജ് ഈ 1300 എന്നതിൽ നിന്നും 950 ആക്കി, അല്ലെങ്കിൽ 9500 ആക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഈ വാഹനത്തെ പൂർണ്ണമായും ഏറ്റെടുക്കും. സാധാരണഗതിയിൽ ഈ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സുകളിലൊക്കെ വലിയ തിരക്കാണ്. അവധി ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് പോലും കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുള്ള ഒരു റൂട്ടാണ്. അതുകൊണ്ട് ഈ രണ്ടാം വരവിൽ പൂർണ്ണ വിജയമായി സൂപ്പർ ഹിറ്റായി തന്നെ നവകേരള ബസ് മാറും എന്നൊരു പ്രതീക്ഷയാണ് യാത്രക്കാർക്കും KSRTCക്കും ഒക്കെ ഉള്ളത്.